നോമ്പിന്റെ 2-ാം ഞായർ. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഈ ദിനത്തിൽ നാം ധ്യാനിക്കുന്നത്. ലൂക്ക 5:12 മുതൽ 16 വരെ. യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു കുഷ്ഠരോഗി ശിഷ്യ ഗുണത്തോടൊപ്പമായിരിക്കുന്ന യേശുവിൻ്റെ മുന്നിലേക്ക് വന്ന് സാഷ്ടാംഗം പ്രണമിക്കുക അസാധ്യമാണ്. യേശു കൈനീട്ടി അവനെ സ്പർശിക്കുക അതിലും അസാധ്യം. കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തിയും കരുണയുടെ കരസ്പർശനവും കുഷ്ഠരോഗിയുടെ വിശ്വാസവും വിനയവും തുറവിയും ഉറച്ച വിശ്വാസവുമാണ് അവനെ സുഖപ്പെടുത്തിയത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഈ സംഭവം നമ്മുടെ നിരന്തര ധ്യാനത്തിനായി 3 പ്രധാന സന്ദേശങ്ങൾ നൽകുന്നു. 1. അനുതാപത്തോടും ഉറച്ച വിശ്വാസത്തോടും വിനയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന പാപിയുടെ മേൽ കർത്താവിന് കരുണ തോന്നാതിരിക്കുകയില്ല. 2. സുവിശേഷത്തിലെ കുഷ്ഠരോഗി 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ പറയുന്ന കുഷ്ഠരോഗിയായ നാമാനിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് യേശുവിനെ സമീപിച്ചത്. സുഖം പ്രാപിച്ചതിന് ശേഷമല്ല വിശ്വസിച്ചത്. അതിനാൽ ഉടനടി അവൻ ദൈവമഹത്വം ദർശിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു. അത്ഭുതം കണ്ടതിന് ശേഷം വിശ്വസിക്കുന്നവരാകാതെ ഉറച്ച വിശ്വാസത്തോടെ വിനയപൂർവ്വം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് വേണ്ടതെന്ന വലിയൊരു സന്ദേശം ഇതുവഴി കർത്താവ് നമുക്ക് നൽകുന്നു. 3. നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുതെന്ന് യേശു കുഷ്ഠരോഗിയെ കർശനമായി താക്കീത് ചെയ്തിട്ടും താൻ അനുഭവിച്ചത് പ്രഘോഷിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അതിനാൽ യേശു വിജനപ്രദേശങ്ങളിൽ തങ്ങിയിട്ട് പോലും ജനങ്ങൾ എല്ലായിടങ്ങളിൽ നിന്നും അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതുപോലെ നമ്മുടെ ക്രിസ്താനുഭവം പങ്കുവെച്ച് അനേകരെ നാം യേശുവിലേക്ക് ആകർഷിച്ചടുപ്പിക്കണം. നാം സുവിശേഷത്തിലെ കുഷ്ഠരോഗിയെ പോലെയാണോ നാമാനെ പോലെയാണോ എന്ന് പരിശോധിച്ചു നോക്കാം. കർത്താവേ, അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിക്കുന്നവരാകാതെ സുവിശേഷത്തിലെ കുഷ്ഠരോഗി തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അങ്ങയെ സമീപിച്ചതുപോലെ ഉറച്ച വിശ്വാസത്തോടെ വിനയപൂർവ്വം അങ്ങയെ സമീപിച്ച് ദൈവമഹത്വം ദർശിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നാഥ, അങ്ങിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം ഉറച്ച വിശ്വാസത്താലെ തിരിച്ചറിയാൻ കൃപയരുളണമേ. തമ്പുരാനെ, അങ്ങയുടെ മഹത്വം ദർശിക്കാൻ ഞങ്ങളുടെ മനോനയനങ്ങളെ തുറന്നു തരണമേ. അങ്ങയെ അനുഭവിച്ചറിയാനും പ്രഘോഷിക്കാനും വേണ്ട തീഷ്ണതയും നൽകി ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. ആമേൻ.